നമസ്കാരം. ഇറാൻ യുദ്ധത്തിൽ ഇസ്ലാമാബാദ് ടോക്സിൻ്റെ രണ്ടാം ഘട്ടം സ്തംഭിച്ച് നിൽക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഭാഷണങ്ങൾ, അവരുടെ ഭാവി ചർച്ചകൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയ കൈമാറ്റത്തിനപ്പുറത്തേക്ക് ഡെവലപ്പ് ചെയ്തിരുന്നില്ല. അതിൻ്റെ തുടർച്ചയായിട്ട് ഹോർമൂസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ചുള്ള ശീതയുദ്ധ സമാനമായ സമ്മർദ്ദ സാഹചര്യം നിലവിലുണ്ട് താനും. എന്നാൽ ഈ പോയിൻ്റ് അതിനിർണായകമായ ഈ സമാധാന ചർച്ച, രണ്ടാം ഘട്ട സമാധാന ചർച്ച അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അത് സംബന്ധിച്ച കമ്മ്യൂണിക്കേഷൻ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഘട്ടത്തിൽ നിർണായകമായ ഒരു നീക്കം നടന്ന ഒരു ഘട്ടമാണ്. ഇറാൻ 14 ഇന സമാധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിടുന്നുണ്ട്. US-ന് കൈമാറാൻ പാകിസ്ഥാന് ഈ 14 നിർദ്ദേശങ്ങൾ ഇറാൻ നൽകി. മാത്രമല്ല, ഒരിടവേളയിൽ രണ്ടാം ഘട്ട സമാധാന ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ പിന്നോക്കം പോയ ഇറാൻ പൂർവാധികം ശക്തിയോടെ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് വരികയും 14 നിർദ്ദേശം ട്രംപിന് മുന്നിലേക്ക് വെക്കുന്നതിന് പാകിസ്ഥാൻ്റെ കയ്യിലേക്ക് നൽകുകയും അത് ട്രംപിന് മുന്നിൽ എത്തുകയും ചെയ്തു എന്നുള്ള ഒരു അന്താരാഷ്ട്ര സാഹചര്യം കൂടി നിലവിലുണ്ട്. ട്രംപ് സർക്കാർ നേരത്തെ മുമ്പോട്ട് വെച്ച 9 ഇന സമാധാന ചട്ടക്കൂടിനുള്ള മറുപടി എന്ന നിലക്കാണ് ഇറാൻ്റെ തിരിച്ചുള്ള 14 ഇന നിർദ്ദേശം. ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിലടക്കം പുതിയ ഭരണ സംവിധാനം വേണമെന്ന നിർണായക ആവശ്യം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ സാഹചര്യമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട തുടർച്ചയായ നിരവധി സംഭവങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദ സാഹചര്യം US-നുണ്ട്, ട്രംപിനുണ്ട്. എന്തൊക്കെയാണ് നിലവിലെ ഈ സമാധാന ഘട്ടത്തിൽ, ആ ചർച്ചയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ സംഭവങ്ങൾ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യം ഇറാൻ്റെ 14 ഇന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക. യുദ്ധ സാഹചര്യത്തിൽ സമ്പൂർണ്ണമായ വെടിനിർത്തൽ കൊണ്ടുവരിക. 2. ഹോർമൂസ് കടൽപ്പാത തുറക്കൽ. ഇറാൻ തുറന്നുകൊടുക്കും. അടച്ചിട്ടിരിക്കുന്ന, ഉപരോധത്തിൽ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇറാൻ അടച്ചിട്ടിരിക്കുന്ന ഹോർമൂസ് പാത തുറന്നു കൊടുക്കുമെങ്കിലും US നാവിക ബ്ലോക്കേഡ് പൂർണ്ണമായി നീക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം. 3. എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കുക. പ്രാഥമികവും അല്ലാത്തതുമായ എല്ലാ സാമ്പത്തിക ഉപരോധം. നേരത്തെയും വർഷങ്ങളായി, ദശകങ്ങളായി അമേരിക്ക ഇറാന് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള പെടാപ്പാടാണ് ഇറാൻ പല ഘട്ടങ്ങളിലും നടത്തിയിരുന്നത്. അത് ഒരു ഘട്ടം കഴിഞ്ഞ് യുറേനിയം സമ്പുഷ്ടീകരണം വരെ എത്തിയ സാഹചര്യം നമുക്കറിയാം. ഇപ്പോൾ ഹോർമൂസിനെ മുൻനിർത്തി വ്യോമ നാവിക ഉപരോധം ഇറാൻ തുറമുഖങ്ങളിലടക്കം കൊണ്ടുവന്നത് നമുക്കറിയാം. ഇതെല്ലാം പിൻവലിക്കുക എന്നുള്ളതാണ്. 4. ഇറാൻ്റെ മരവിപ്പിച്ച വിദേശങ്ങളിലുള്ള ആസ്തികൾ അത് തിരിച്ചു നൽകുക എന്നുള്ളതാണ്. ഇറാൻ രാജ്യത്തിന് പുറത്തുള്ള ഇറാനിലെ ഉടമസ്ഥതയിലുള്ള നിരവധി ആസ്തികൾ അമേരിക്ക ഇടപെട്ട് റദ്ദാക്കിയിരുന്നു, മരവിപ്പിച്ചിട്ടുണ്ട്. അത്തരം സാമ്പത്തികം ആയ ഇറാന് സഹായകരമായ നിലയിൽ തന്നെ ഇറാൻ്റെ ആ ആസ്തികളൊക്കെ തിരിച്ചു നൽകുക. 5. യുദ്ധനഷ്ടപരിഹാരം. നേരത്തെ തന്നെ യുദ്ധത്തിൽ ഉണ്ടായ വലിയ നഷ്ടത്തെക്കുറിച്ചുള്ള കണക്കെടുപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. യുദ്ധനഷ്ടപരിഹാരം ഈ സമാധാന ചർച്ചയിലെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഹോർമൂസിൽ നിന്ന് പൊതുവായൊരു സംവിധാനം ഉണ്ടാക്കി പിരിവെടുത്ത് കപ്പലുകൾക്ക് ചുങ്കം, നികുതി ചുമത്തുന്നതിന് സമാനമായ നിലയിൽ ടാക്സ് ഈടാക്കി അത് പൊതുവായൊരു അക്കൗണ്ടിലേക്ക് ഇട്ട് അത് നൽകാമെന്ന് ട്രംപ് തന്നെ നേരത്തെ നിർദ്ദേശം വെച്ചതാണ്. US-ഇസ്രായേൽ ആക്രമണം മൂലമുണ്ടായ ഇത്തരം നാശനഷ്ടങ്ങൾക്ക് യുദ്ധനഷ്ടപരിഹാരം നൽകുക എന്നതാണ് ഇറാൻ്റെ 5ാമത്തെ നിർദ്ദേശം. 6. ഭാവിയിൽ ആക്രമണം നടത്താതിരിക്കാനുള്ള ഗ്യാരണ്ടി. US-ഉം ഇസ്രായേലും ഇറാനോട് ഭാവിയിൽ ആക്രമണം നടത്തില്ല എന്ന ഔദ്യോഗിക ഗ്യാരണ്ടിയാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ പലതവണ ഇത്തരത്തിലുള്ള സമാധാന ചർച്ചകൾ ഒക്കെ നടക്കുമ്പോഴാണ്, ഇപ്പോൾ ആണവ നിർവ്യാപനം സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ സമാന്തരമായിട്ടാണ് ഇറാനെ ആക്രമിച്ചത്. അത്തരത്തിലുള്ള അരക്ഷിതമായ സാഹചര്യം, ചതിച്ചുകൊണ്ടുള്ള ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് മറ്റൊരു നിബന്ധന. 7. ആണവ പരിപാടി സംബന്ധിച്ചാണ്. ആണവ പ്രശ്നം, ഈ ആണവ യുറേനിയം സമ്പുഷ്ടീകരണം സംബന്ധിച്ച കാര്യത്തിലടക്കം അത് മുഴുവൻ ഇറാനിൽ നിന്ന് മാറ്റുക, അമേരിക്ക പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണം സംബന്ധിച്ച തീരുമാനം എടുക്കുക. എടുക്കില്ല, യുദ്ധത്തിൽ ഉപയോഗിക്കാവുന്ന വിധത്തിൽ ആണവായുധം നിർമ്മിക്കില്ല എന്നതടക്കമുള്ള ഉറപ്പുകൾ ലഭിക്കുക എന്നൊക്കെയാണ് US-ൻ്റെ ആവശ്യം. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം അടിസ്ഥാന ആവശ്യങ്ങൾക്കാണെന്നാണ് ഇറാൻ്റെ നിലപാട്. ആണവായുധം ഉണ്ടാക്കില്ല എന്ന്. പക്ഷേ അത് അമേരിക്ക അംഗീകരിക്കുന്നില്ല, ഇസ്രായേലും അംഗീകരിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ യുദ്ധം ആരംഭിച്ചതിനുള്ള ഒരു കാരണമായി മുമ്പോട്ട് വെച്ചിരുന്നതും അമേരിക്കയും ഇസ്രായേലും അതാണ്. ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പറഞ്ഞിരുന്നൊരു കാര്യം. എന്നാൽ ഈ സമാധാന ചർച്ചയുടെ ഭാഗമായി ആണവായുധം സംബന്ധിച്ച ചർച്ചകൾ പിന്നീട് ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. 8. മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. ഹിസ്ബുള്ള, ഹൂതി തുടങ്ങിയ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം കുറക്കണം എന്നുള്ള ഇസ്രായേലിൻ്റെ നിർബന്ധം ഉണ്ട്. അമേരിക്ക അത് മുന്നോട്ട് വെച്ചതാണ്. ഇറാൻ പറയുന്നത് അത് കുറക്കാൻ കഴിയും, എന്നാൽ പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നുള്ള നിബന്ധന അംഗീകരിക്കില്ല. 9. പ്രാദേശിക സുരക്ഷ ആണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന അടക്കമുള്ള ചർച്ചകൾക്ക് ഇറാൻ മുന്നോട്ട് വരും. ഉപരോധ
ഉപരോധം അമേരിക്ക മറ്റ് രാജ്യങ്ങളിൽ തന്നെ അടമേൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നും പിന്മാറണം. അപ്പോൾ പ്രാദേശിക ബന്ധം ഇറാന് മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. 10ാമത്തേത് അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ സംബന്ധിച്ചാണ്. ഈ GCC രാജ്യങ്ങളിലടക്കമുള്ള വ്യോമതാവളങ്ങൾ, അമേരിക്കയുടെ താവളങ്ങൾ പിൻവലിക്കാനുള്ള ക്രമാനുഗതമായ പദ്ധതി. അതായത് ഇത്തരം വ്യോമതാവളങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഇറാനെതിരായി നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നത്. പ്രത്യേകിച്ചും ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം GCC രാജ്യങ്ങളിൽ മാത്രമല്ല, ഇറാൻ്റെ ചുറ്റും എവിടെയൊക്കെ സാധ്യമാകുമോ അവിടെയൊക്കെ എല്ലാം ഇപ്പോൾ കടലിൽ തന്നെ വലിയ കപ്പലുണ്ടാക്കി അതൊരു താവളമായി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അരക്ഷിതമായ ഇറാൻ്റെ സുരക്ഷയെ ബാധിക്കും വിധത്തിലുള്ള അമേരിക്കയുടെ വ്യോമതാവളങ്ങളൊക്കെ പിൻവലിക്കാനുള്ള ക്രമാനുഗതമായ പദ്ധതി. 11 ഹോർമുസുമായി ബന്ധപ്പെട്ടാണ്. ഇറാന് ഹോർമുസിൽ നിന്ന് ഫീസ് ഈടാക്കാനുള്ള അവകാശം അംഗീകരിക്കണം എന്നുള്ളതാണ്. 12 UN-ന് ഇതിൽ നിർണായക പങ്ക് വേണം എന്നുള്ളതാണ്. UN-ന്റെ മധ്യസ്ഥതയിൽ ദീർഘകാലത്തേക്ക് സമാധാന കരാർ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം. അതൊരിക്കലും അമേരിക്ക അംഗീകരിക്കാൻ സാധ്യതയില്ല. UN-നുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിക്കും അമേരിക്ക ഇല്ല. അതിന് സമാന്തരമായി വേറെ സംവിധാനം ഉണ്ടാക്കാനാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. എന്തായാലും ഇറാൻ അത് വെക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമ ലംഘനം ഇറാൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. ഇസ്രായേൽ അടക്കമുള്ള ഇത്തരത്തിലുള്ള കൈയേറിക്കൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഭരണാധികാരിയെ കൊല്ലുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. 13 മറ്റ് മാനുഷികമായ സഹായം, ഗാസ, ലെബനൻ എന്നിവിടങ്ങളിലെ അടക്കമുള്ള ഇപ്പോൾ ഇറാനിലടക്കം ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ ബുദ്ധിമുട്ടിലാക്കിയതിനുള്ള സഹായം, മാനവിക സഹായം ഉറപ്പാക്കണം. 14 ഫലപ്രദമായ സമയപരിധി വേണം. എല്ലാ പ്രശ്നങ്ങളും 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാനുള്ള സമയപരിധി വേണം. US-ന്റെ 2 മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം എന്നുള്ളതിനപ്പുറത്തേക്ക് സമഗ്രമായ യുദ്ധ പരിഹാരം, സമാധാനം ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ 14 നിർദ്ദേശങ്ങൾ അനുകൂലമായ നിലപാടുമായി ഇപ്പോൾ US ഈ നിർദ്ദേശങ്ങളോട് അനുകൂല നിലപാടുമായി US വരുന്നില്ല എന്നുള്ളത് പ്രാഥമികമായി നമുക്ക് മുന്നിലേക്ക് റിപ്പോർട്ടായി വരുന്നുണ്ട്. സമാധാന കരാറിനായി ഇറാൻ സമർപ്പിച്ച 14 നിർദ്ദേശങ്ങൾ പരിശോധിക്കും എന്നാണ് US പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പ്രാഥമികമായി പരിശോധിച്ചു. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, പക്ഷേ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി വിശദമായ നോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കിട്ടും എന്നാണ് ട്രംപ് പ്രതീക്ഷ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ 47 വർഷമായി ഇറാൻ ചെയ്ത കാര്യങ്ങൾക്ക് അവർ അർഹമായ വില നൽകേണ്ടി വന്നിട്ടില്ല ഇതുവരെ. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ മോശമായി പെരുമാറിയാൽ അവർക്കെതിരെ വീണ്ടും ആക്രമണങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് ട്രംപിൻ്റെ നിലപാട്. എന്നാൽ ഇറാൻ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നയതന്ത്രം വേണോ പോരാട്ടം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇനി അമേരിക്കയാണ് എന്നാണ് ഇറാൻ്റെ നിലപാട്. ഇറാൻ സൈനിക ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ജാഫർ അസദിയെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ ഇറാൻ തയ്യാറാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏത് നീക്കത്തെയും ഇറാൻ സൈന്യം നേരിടും. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾ വെറും മാധ്യമ ശ്രദ്ധ നേടാനും എണ്ണവില കുറക്കുന്നത് തടയാനും വേണ്ടിയുള്ള ഗിമ്മിക്കുകളാണ്. നയതന്ത്രത്തിൻ്റെ പാതയാണോ അതോ സംഘർഷത്തിൻ്റെ പാതയാണോ വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്കയാണ് എന്ന നിലപാടും ഇറാൻ വിദേശകാര്യ സഹമന്ത്രി കാസം ഗരീബാബാദിയും വ്യക്തമാക്കി. ഇതേസമയം റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നിലപാട് ശ്രദ്ധേയമാണ്. അബ്ബാസ് അരാക്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമുള്ള ശ്രദ്ധേയമായ മാറ്റം ഇറാൻ്റെ പ്രതികരണങ്ങളിൽ ഉണ്ട്. ചൈന ഉപരോധവും ചൈനയുടെ നിലപാടും ഇക്കാര്യത്തിൽ US-ന് വലിയ ആഘാതമുണ്ട്. അതും ഇറാന് കരുത്തു പകരുന്നുണ്ട്. US-നെ സംബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടും കനത്ത തിരിച്ചടിയാണ്. ജർമ്മനി ഉൾപ്പെടെ അപ്രതീക്ഷിതമായി ട്രംപിൻ്റെ ഈ യുദ്ധ നിലപാടിലേക്ക് എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. യുദ്ധം ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പദ്ധതി വേണമായിരുന്നു. ഇറാൻ ഇപ്പോൾ മേൽക്കൈയുണ്ട് എന്ന നിലപാടാണ് ജർമ്മൻ ചാൻസലർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇത്തരം സമ്മർദ്ദ സാഹചര്യം ട്രംപിൻ്റെ മുമ്പിലുണ്ട്. മോശം കരാർ എന്ന് പറയുമ്പോഴും തള്ളിക്കളയാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ 14 നിർദ്ദേശങ്ങളിൽ ട്രംപിൻ്റെ മുമ്പിൽ ഉള്ളത്. ആഭ്യന്തരമായി ജനപിന്തുണ വലിയ തോതിൽ ട്രംപിന് ഇല്ലാതാവുന്ന സാഹചര്യം പലവിധ സർവേകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നതാണ്. എന്തായാലും അപ്രതീക്ഷിതമല്ലെങ്കിലും ഈ ഘട്ടത്തിൽ ട്രംപിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നിലപാടുകളും സാമൂഹ്യ സമ്മർദ്ദവും പ്രധാനമാണ്. അത് US ഏർപ്പെടുത്തിയ ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യം ചൈനയുടെ നിലപാട് പ്രധാനമാണ്. അതിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് 5 കമ്പനികൾക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ചൈന തള്ളി. ഇറാനിൽ നിന്ന് കുറഞ്ഞ വിലക്ക് അസംസ്കൃത എണ്ണയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ചൈനയിലെ സ്വതന്ത്ര റിഫൈനറികൾക്കാണ് US ഉപരോധം പ്രഖ്യാപിച്ചത്. ചൈനയുടെ മൂന്നാമതൊരു രാജ്യവുമായുള്ള ഇടപെടലുകളിൽ കൈകടത്തലാണ് ഈ ഉപരോധങ്ങൾ എന്നാണ് ചൈനയുടെ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ നിലപാട്. ഇത് അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന മാനദണ്ഡങ്ങളുടെയും ലംഘനമാണ് എന്നാണ് ചൈന പറയുന്നത്. ഉപരോധങ്ങൾ അംഗീകരിക്കുകയോ നടപ്പിലാക്കുകയോ പാലിക്കുകയോ ചെയ്യരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു ഉത്തരവ് തന്നെ വാണിജ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് പുറത്തിറക്കി. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരവും അന്താരാഷ്ട്ര നിയമത്തിൽ അടിസ്ഥാനവുമില്ലാത്ത ഏകപക്ഷീയമായ ഉപരോധങ്ങളെ ചൈനീസ് സർക്കാർ നിരന്തരം എതിർത്തിട്ടുണ്ട് എന്ന് മന്ത്രാലയം
മന്ത്രാലയം വിശദീകരിക്കുന്നു. ഇറാൻ യുദ്ധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ചൈനയുടെ കടുത്ത നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ നടപടികൾക്കെതിരായി ചൈനയെ ബാധിക്കും മട്ടിലുള്ള നടപടികൾ കൈക്കൊണ്ടാൽ ഏതറ്റം വരെയും പോകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ചൈന. ഇതുവരെ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ തർക്കത്തിലേക്ക് ചൈനയും US കടന്നിരുന്നില്ല. യുദ്ധവുമായി നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും ഇറാനെ മുൻനിർത്തി US അസമയത്ത് കളിക്കുന്ന ഉപരോധ കളി വെറുതെയല്ല എന്ന് ചൈന തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഉടനടി മറുപടിയുമായി രംഗത്ത് വന്നത്. അതിനിടെ 14 നിർദ്ദേശങ്ങളെ ചൊല്ലി ഇസ്രായേലിൽ നെതന്യാഹുവിനും കനത്ത ആഘാതമേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വലിയ തിരിച്ചടിയാണ്. നെതന്യാഹുവിൻ്റെ വിവരമൊന്നുമില്ലല്ലോ എന്ന് പലരും വിചാരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു വാർത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ക്യാൻസർ സ്ഥിരീകരിച്ചതിന് ശേഷം പരസ്യമായി രംഗത്ത് വരാതിരുന്നത് പല ഊഹാപോഹങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഇറാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതാണ് എന്ന് വരെ ആരോപണമായിരുന്നു. എന്നാൽ സമീപകാലത്തൊന്നുമില്ലാത്ത വിധം ഇറാൻ യുദ്ധം തിരിച്ചടിയായതോടെ ഇസ്രായേലിൻ്റെയും നെതന്യാഹുവിൻ്റെയും പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആശങ്കപ്പെടുന്നുണ്ട്. ഒപ്പം നാട്ടിൽ വലിയ പ്രതിഷേധങ്ങളും രൂപപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട്. വെടിനിർത്തൽ ചർച്ചകളിൽ ഇസ്രായേൽ അവഗണിക്കപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് യയർ ലാപ്പിഡ് കുറ്റപ്പെടുത്തി. ഇറാനെതിരായ സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട് നടപടികളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തം എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ സാഹചര്യത്തെ വിശേഷിപ്പിച്ചത്. ദേശീയ സുരക്ഷ ഉൾപ്പെടെയുള്ള കാതലായ വിഷയങ്ങൾ പരിഗണിക്കപ്പെടുന്ന ചർച്ചകളിൽ ഇസ്രായേലിന് പങ്കാളിത്തമേ ഉണ്ടായില്ല. സർക്കാർ ആവശ്യപ്പെട്ടതെല്ലാം സൈന്യം നടപ്പാക്കി. പൊതുജനങ്ങൾ അത്ഭുതകരമായ പ്രതിരോധശേഷി നെതന്യാഹുവിനൊപ്പം നിന്നുകൊണ്ട് പ്രകടിപ്പിച്ചു. പക്ഷേ നെതന്യാഹു രാഷ്ട്രീയമായി പരാജയപ്പെട്ടു. ധാർഷ്ട്യം, അശ്രദ്ധ, ആസൂത്രണത്തിൻ്റെ അഭാവം എന്നിവ മൂലം നെതന്യാഹു ഇസ്രായേലിന് രാഷ്ട്രീയവും തന്ത്രപരവുമായ മേൽക്കൈ നഷ്ടപ്പെടുത്തി. സ്വയം നിശ്ചയിച്ച ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടിയില്ല. തിരിച്ചടികൾ പരിഹരിക്കാൻ വർഷങ്ങളെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇസ്രായേലിൻ്റെ സാഹചര്യത്തിൽ നെതന്യാഹുവിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യും വിധം പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പ്രതിഷേധം വരുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇത് 14 നിർദ്ദേശങ്ങളുടെ കൂടി തുടർച്ചയായി നെതന്യാഹുവിനേറ്റ തിരിച്ചടി അദ്ദേഹത്തിന് മാത്രമേറ്റ തിരിച്ചടിയല്ല എന്നുള്ളതാണ് പ്രധാനമായി നമുക്ക് മനസ്സിലാവുക. അത് ട്രംപിന് അടക്കമേറ്റ തിരിച്ചടിയാണ്. എന്തായാലും ഇറാൻ്റെ ഈ നിർണായകമായ മുന്നോട്ട് പോക്കിൽ യുദ്ധത്തിൻ്റെ 2ാം ഘട്ട സമാധാന ചർച്ചകളിലേക്ക് വഴി തെളിക്കുന്ന സൂചനകളുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിലവിലെ സാഹചര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള പോയിന്റുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിൻ്റെ തുടർച്ചയായി US ട്രംപ് ഈ 14 നിർദ്ദേശങ്ങളിലെ അതൃപ്തി പരസ്യമാക്കിയെങ്കിലും അത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. തുടർ ചർച്ചകൾക്കുള്ള വഴി തെളിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.